സെൻജോ ഹോസ്പിറ്റൽ. എത്ര ഉണ്ടോ അവിടെ? സാറേ ഇവിടെ 2 KMKയിലും JMTയിലും ഈ 2 വെച്ച് വേറെ ഉണ്ട്. എന്തുവാണ് വല്ല സെലിബ്രേഷൻ മൂടാണോ? വാ വാ വാ. സാറേ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത്? റിപ്പോർട്ട് എഴുതാൻ വേണ്ടി ഫയൽ എടുത്തില്ല. എന്തോന്ന്? അല്ല ഈ റിപ്പോർട്ട് എഴുതാൻ വേണ്ടി ഫയൽ എടുക്കാൻ വിട്ടു. അല്ല താൻ PSC തന്നെയല്ലേ പോലീസായ? സ്ക്രാച്ച് ആമില്ലൊന്നല്ലോ. സാർ സാർ എവിടെന്നെങ്കിലും ഒപ്പിച്ചിട്ട് വാടോ. ഓക്കെ സാർ. കുട്ടി 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 കരയില്ലേ? സാറിനത് പറഞ്ഞാൽ മതി. അവനെന്നോട് എന്തൊക്കെയാ ചെയ്തിരിക്കുന്നത് സാറിന് അറിയോ? എന്തൊക്കെ ചെയ്തു? അവനൊരു 500 ബെസ്റ്റീസാ. ഓരോ ദിവസം ഓരോന്നായിട്ട് വരും. എല്ലാത്തിനും ഞാൻ സഹിച്ചിട്ടുണ്ട്. ഞാൻ അവന് വേണ്ടി എന്തൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് അറിയോ? എന്തൊക്കെ ചെയ്തു? അവന്റെ തുണി അലക്കി കൊടുത്തിട്ടുണ്ട്, അവനിഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം കൂടി ചെയ്ത് കൊടുത്തു സാർ. എന്താ? ഞാൻ അവന്റെ ഷഡ്ഡി അലക്കി. ഒരു സൗള് എന്നെ വേണ്ടാന്ന് പറഞ്ഞു. മോനെ മോനെ എടാ മോനെ, ഒന്നില്ലെങ്കിൽ നീ ഒരു പ്രായപൂർത്തിയായ പുരുഷനല്ലേ? കരയണെന്തിനാ? നാട്ടുകാരോട് എന്ത് പറയും സാറിനറിയോ? ഞാൻ ഇല്ലാണ്ടായ അവളെ വിഷമിക്കും. എന്നിട്ട് അങ്ങനെ വിഷമിച്ച് അവളില്ലാണ്ടാവും. മോളെ ഞാനൊന്ന് പറയട്ടെ. നിങ്ങോട്ട് നോക്കി, നിങ്ങോട്ട് നോക്ക്. കാം ഡൗൺ. സമാനായോ? ഞാൻ ഒരു കാര്യം സംസാരിച്ചോട്ടെ. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അത് നമ്മളായിട്ട് അവസാനിപ്പിക്കാൻ പാടില്ല. മരണം എന്ന് പറയുന്നത് നമ്മളായിട്ട് അന്വേഷിച്ച് പിടിച്ച് കൊണ്ടുവരരുത്. നമ്മൾ തേടി വരണം മരണം. പക്ഷെ ഞാൻ ഒറ്റയ്ക്കായി പോയില്ലേ സാർ? ശരിക്കും ഞാൻ ഒരു കാര്യം പറയട്ടെ. നീ ചത്ത നിന്റെ വീട്ടുകാർക്ക് നഷ്ടം അല്ലടോ. പിന്നെ വേറെ ആർക്കും പോവില്ല. നമ്മൾ എത്ര കേസ് കാണുക. ആണോ? ഒരു കൂടിപ്പോയാ നിന്റെ ഫോട്ടോക്കെ ഭിത്തി കയറി 2-3 മാസം ഒരു മെഴുതിരി ചന്ദനത്തിരി കത്തിച്ചിരിക്കും. അത് കഴിഞ്ഞാൽ വല്ല ചലന്തി കൂട് കൂട്ടും. അത്രേ ഉള്ളൂ. അല്ലാതെ ഈ ആത്മഹത്യ ചെയ്ത് നീ അവിടെ സങ്കടപ്പെട്ട് അവൾ അവിടെ സങ്കടപ്പെട്ട് ഇതൊക്കെ പൊട്ടത്തരങ്ങളാണ്. ഞാൻ അപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെയൊക്കെ ചെയ്തു പോയതാ. ഞാൻ എന്ത് ചെയ്യണം സർവർ? പ്രതികാരം അത് നമുക്ക് വീട്ടാനുള്ളതാണ്. എന്നിട്ട് നമ്മൾ പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം. ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഈ തേച്ചവനായാലും പറ്റിച്ചവനായാലും അവൻ്റെ പേരന പറയണ്ട അവൻ നമ്മുടെ മുമ്പിൽ ഇവിടെ വരുന്നു. നമ്മൾ തലയുയർത്തി അവൻ്റെ മുമ്പിൽ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. ഞാനൊരു ഐഡിയ പറയാം. ഞാനത് പറയുമ്പോൾ എന്നൊരു പോലീസുകാരനായിട്ട് കാണണ്ട. ഇല്ല ഒരു കൂട്ടുകാരോ ഒരു ചേട്ടനോ അല്ല അങ്ങനെ കേട്ട് കണ്ടാൽ മതി. അളിയൻ പറ. അളിയണൊന്നും വേണ്ട സാറ്. നാളെ മുതൽ ഇവിടുന്ന് ഇറങ്ങും മുതൽ നീ ഒരു പുതിയ മനുഷ്യനാവും. പുതിയൊരു പെങ്കൊച്ചിനെ കണ്ടുപിടിക്കണം. അവളെ അങ്ങ് വളയ്ക്കുക. എന്നിട്ട് അവളുടെ കൂടെ സോഷ്യൽ മീഡിയ മുഴുവൻ റീലും പോസ്റ്റും സ്റ്റോറിയും ഒക്കെ ഇട്ട് കാച്ച അങ്ങ് വരലാക്കുക. ഇത് ലവള് കാണണം. ലവൾക്ക് കൊണ്ടോ നിനക്ക് സൂഹിച്ചോ? സൂഹിക്കും. അങ്ങനെ വേണം പ്രതികാരം ചെയ്യാൻ. ഹാപ്പില്ലേ? ഇനി മരണത്തെ പറ്റൊന്നും ചിന്തിക്കില്ലല്ലോ അല്ലേ? ഉറപ്പല്ലേ? ഉറപ്പുറപ്പ്. സത്യം. എന്നാ ഞങ്ങളെന്നാ ഇറങ്ങിക്കോട്ടെ. ഞാൻ തൽക്കാലം വീട്ടിലൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് നല്ലൊരു ഭാവിയൊക്കെ ഉള്ളതല്ലേ? ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആലോചിക്കരുത് കേട്ടോ. മിടിക്കായിരിക്കണം. എന്നാ പോട്ടെ. കയ്യിൽ 100 രൂപ തൊപ്പിയ. ഓക്കെ. മതി. താങ്ക് യു സാർ. അപ്പോൾ സൂക്ഷിച്ച് കൊണ്ടൊക്കെ ഇരിക്കട്ടോ. വാടോ ഇവന്റ് ലൂസാ. നീ ഇങ്ങനെ ആരോടും മിണ്ടാതെ 24 മണിക്കൂർ റൂം അടച്ചിരുന്ന എങ്ങനെ ശരിയാവണേ? അറ്റ്ലീസ്റ്റ് പുറത്തേക്കെങ്കിലും ഒന്ന് ഇറങ്ങ്. നിനക്ക് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ നീ വീട്ടിൽ വരെ പോയി കറങ്ങിട്ട് വാ. അവളായിട്ട് ടച്ച് പോയതല്ലേ, അപ്പോൾ വീട്ടുകാർക്കും പ്രശ്നം കാണൂല.
നീ ഇരുട്ട് മുറിക്കകത്തിരുന്ന് ഡിപ്രഷൻ അടിച്ച് എന്തോ കാണിക്കാനാണ്? നിനക്ക് ഞാനിവിടെ ഒരു ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞാനങ്ങോട്ടേലും ഇറങ്ങിപ്പോയിക്കോളാം. അതെ, മനുഷ്യൻ കഷ്ടപ്പെട്ട് കുറച്ച് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ വന്ന് കഴിക്കി. നിന്നോട് പറയുമ്പോൾ ഞാനും ഡിപ്രഷൻ അടിച്ച് ഒരു 2 മണിക്കായിരിക്കും. അത് പറ്റൂ. ആഹാ, കട്ട് ചെയ്തു. ആഹാ, വിടത്തില്ല, ഒന്നുകൂടെ വിളിക്കാം. ഹലോ, ആരാ? ഹലോ മാം, ദിസ് ഇസ് ഫ്രം അരികിലൊരാൾ, ദ കംപ്ലീറ്റ് ഡേറ്റിംഗ് ആപ്പ്. മാം സൽഗുണാണേ. മാമിന് ആരെങ്കിലും വേണമെന്ന് തോന്നിയിട്ടില്ലേ? എനിക്കിപ്പോൾ അരികിലാരും വേണ്ട. എനിക്ക് അരികിലാരും വേണം. തന്നോട് ആരാ പറഞ്ഞേ? മാം അങ്ങനെ പറയരുത്. നമുക്ക് ആരെങ്കിലും ഒരാൾ നമ്മുടെ അരികിലുള്ളത് എപ്പോഴും നല്ലത്. ഈ ഭൂമിയിൽ 2 പേര് ചേരുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു ദിവ്യമായ വികാരമാണ് പ്രണയം. ഇനിയിപ്പോൾ സാറിന് അങ്ങനെയും ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സാർ ഇങ്ങനെയൊന്ന് ചിന്തിച്ചേ. സാർ ഇപ്പോൾ ഒരു ഡിപ്രഷനിലാണ്. സാറിൻ്റെ അരികിൽ ആരെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ അപ്പോൾ ചിലപ്പോൾ സാറിന് ആ ഡിപ്രഷനെ ഒരു എക്സ്പ്രഷനാക്കി മാറ്റത്തില്ലേ? ചേട്ടാ, ഞാനതൊക്കെ എപ്പോഴേ തീരുമാനിച്ചതാ. എൻ്റെ ലൈഫിൽ ഇനി ഒരു പ്രണയവും ഇല്ല, കല്യാണവും ഇല്ല. കല്യാണം വേണ്ടെങ്കിൽ വേണ്ട, നമുക്ക് പുതിയൊരു ഓപ്ഷൻ ഉണ്ട്, ലിവിങ് ടുഗദർ. അതാകുമ്പം നോ ഇമോഷൻസ്, നോ ഫീലിങ്സ്, നോ കമ്മിറ്റ്മെന്റ്സ്. ഇനി അതിൻ്റെ കൂടെ ഒരു കുറവേ ഉള്ളൂ. എൻ്റെ പൊന്നു ചേട്ടാ, എൻ്റെ ലൈഫിൽ ഞാൻ വാങ്ങിച്ചു കൂട്ടാനുള്ള മാക്സിമം ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇനി എനിക്കൊന്നും വേണ്ട, പ്ലീസ്. എടോ, ഇനി എനിക്ക് പ്രണയമില്ല, പെണ്ണുമില്ല, ഒരു മണ്ണാങ്കട്ടിയില്ല, അറിയോ? താഴ്ന്നു വെച്ചോട്ട് പോയേ. കൊള്ളാം, ഇത് നിനക്ക് പറ്റിയ സാധനം. സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് ഒന്നും അല്ല, ലവ് ഇസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. ഇങ്ങനെ പോയാൽ പറ്റത്തില്ല. എൻ്റെ അവസാനത്തെ മാർക്കറ്റിംഗ് തന്ത്രം കൂടെ എടുക്കണം. ശാലിനി ആ ദിവക്ക് തന്നെ ഇരിക്കട്ടെ. അതാരാ? ഇയാളെന്തിനാ എനിക്ക് മെസ്സേജ് അയക്കുന്നത്? ജീവിതം തന്നെ പോയിരിക്കുക ചേട്ടാ, പിന്നെന്ത് ഡേറ്റിംഗ് ആപ്പ്? എന്നോടും പറഞ്ഞാണല്ലോ പെണ്ണ് മുടക്ക് വേണ്ടെന്ന്. ഹലോ, ദിസ് ഈസ് യുവർ ആദി. അതെ, ലിവിങ് ടുഗെദർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പുച്ഛമായിരിക്കും. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരുപാട് കമ്മിറ്റ്മെൻറ്റോടുകൂടി നിങ്ങൾ ഒരാളെ സ്നേഹിച്ചു, എന്നിട്ട് ഇപ്പോൾ അവർ കൂടെ ഉണ്ടോ? അവർ നിങ്ങൾക്കിടയിൽ ഒരു ഓർമ്മകൾ മാത്രമായി കഴിഞ്ഞു. ഇനി ഒരിക്കലും തിരികെ വരാത്ത കുറച്ച് ഓർമ്മകൾ. യഥാർത്ഥ പ്രണയത്തിൻ്റെ അവസാനം എപ്പോഴും ഏകാന്തമാണ്. പോയവർ ഒരിക്കലും തിരികെ വരാൻ പോണില്ല. തിരികെ അവരിലേക്ക് പോകാനും ശ്രമിക്കാതിരിക്കുക. ആ ഓർമ്മകളെ എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. യൂസ് യുവർ ബ്രെയിൻ ആൻഡ് വർക്ക് ഔട്ട് ദ റിയാലിറ്റി. അതെ, എന്താ കാര്യം എന്ന് പറ. എടി, ഞാൻ ആലോചിക്കായിരുന്നു, ഞാൻ എന്തിനാ വല്ലവനും വേണ്ടി എൻ്റെ ജീവിതം ഇങ്ങനെ പാഴാക്കുന്നേ? ഞാൻ അവനെ അസൂയപ്പെടുത്തി എന്നെ ജീവിക്കും. അത് കണ്ട് അവൻ അലറിക്കരയണം. നല്ല തീരുമാനം. എടി കഴുത, ഇതല്ലേ ഞാൻ ഇത്ര നാളുകൊണ്ട് നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ.
പക്ഷേ എൻ്റെ കയ്യിലൊരു സൊല്യൂഷൻ ഉണ്ട്. എന്താ? ഞാനൊരു ഡേറ്റിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു. അടിപൊളി. മോക്ക് കിട്ടിയതൊന്നും മതിയായില്ലല്ലേ? നീ എന്താ എന്തെങ്കിലും പറയുമ്പോഴേക്ക് ഈ നെഗാവുന്നേ? സംഭവം അങ്ങനെയല്ല എടി. എനിക്ക് നോ കമ്മിറ്റ്മെന്റ്സ്, നോ പ്രേമം, നോ കല്യാണം, ഓൺലി ലിവിങ് ടുഗദർ. അയ്യവാ, ഇപ്പോഴാണ് നീ എന്റെ വൈപെത്തിയത്. എന്നിട്ട് എന്തായി? വല്ലതും നടന്നോ? ഞാനിപ്പോ ഇൻസ്റ്റാൾ ചെയ്തിട്ടല്ലേ ഉള്ളൂ. മാച്ച് ആയോ വല്ലതും? കണ്ടുപിടിക്കാം. അതിനെന്താ, വാ നമുക്ക് നോക്കാം. വാ. സ്വൈപ്പ് സ്വൈപ്പ്. ഇത് കൊള്ളില്ല. ഇത് ഇതോ? വേണ്ട, കൊള്ളൂല. അതെ, എനിക്ക് ഒളിച്ചോടാൻ വേണ്ടിട്ടൊന്നുമല്ല, ഒന്ന് ലിവിങ് ടുഗദർ ചെയ്യാൻ വേണ്ടിട്ടാ. നീ ഒന്നും ഉണ്ടായിരിക്കും, ഞാൻ നോക്കിത്തരാം. ഇതെന്താ അപ്പടി ഇത് പറഞ്ഞു കിട്ടിയത്? എനിക്ക് ഊള ആപ്പ്. കുറെ ആണുങ്ങളുടെ ഫോട്ടോ ഉണ്ട്, ഒരെണ്ണം കൊള്ളൂല. കൊള്ളാലേ? മാച്ച് ചെയ്ത് നോക്കാം. മാച്ചില്ലേ എന്താ പെട്ടെന്ന് ചെയ്യണ? എന്താ വേണ്ടി നിനക്ക്? വേണം, കുറച്ച് സമയം എടുത്ത് ചെയ്താൽ മതി. എടി, ഇതുപോലുള്ള നല്ല കാര്യങ്ങൾക്കൊന്നും അധികം സമയം കൊടുക്കരുത്. അപ്പൊ തന്നെ ചെയ്തോളാം. ഞാൻ എന്തായാലും മെസ്സേജ് ചെയ്ത് നോക്കാം. അയ്യോ നിക്ക്, നീ ധൃതി പിടിക്കല്ലേ, വെയിറ്റ് ചെയ്യ്, കുറച്ച് സമയം എടുക്കാം. എന്തിനാ സമയം എടുക്കുന്നേ? ഇപ്പൊ തന്നെ മെസ്സേജ് ചെയ്യാം. ഓൺലൈൻ മെസ്സേജിന് ഇപ്പോഴും എന്താ കോൾ ചെയ്യാൻ പറ്റും, അതുകൂടി നോക്കാം.